ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പ്രത്യേകതയുള്ള, എന്നാൽ അധികം ആരും അറിഞ്ഞിരിക്കാനിടയില്ലാത്ത ഒരു ക്ഷേത്രത്തിലെ വഴിപാടിനെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ? സാധാരണയായിട്ട് നമ്മൾ പുഷ്പം, ഫലം, മധുര പലഹാരങ്ങള്, അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മദ്യം, കൂടാതെ ചിലയിടത്ത് ചോക്ലേറ്റും, അതായത് അതിന് ഉദാഹരണം അറിയാലോ അല്ലെ, നമ്മുടെ മഞ്ജുമുരുകൻ ക്ഷേത്രം. അങ്ങനെ ഇതെല്ലാം ഭഗവാന് കാണിക്കയായി സമർപ്പിക്കാറുണ്ട്. അതായത് പലതരം അസുഖങ്ങൾക്ക് പലതരം വഴിപാടുകളാണ് നമ്മൾ നടത്താറുള്ളത്. എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഭഗവാന് നേർച്ചയായി ജീവനുള്ള ഞണ്ടിനെ സമർപ്പിക്കുന്ന ക്ഷേത്രം. അത്ഭുതമായോ? അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതൊരു ശിവക്ഷേത്രമാണ്. രാംനാഥ് ശിവഖേല ക്ഷേത്രം. വിചിത്രമായ ആചാരങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിലെ സൂററ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന രാംനാഥ് ശിവഖേല ക്ഷേത്രം. ഈ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായതിന് ധാരാളം കഥകളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ വർഷവും മകരസംക്രാന്തി നാളിലാണ് ഇവിടുത്തെ വിശേഷകരമായ പൂജ നടക്കുന്നത്. അന്നേ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരും. ജനുവരിയിലെ ആ ആഘോഷത്തിൽ വിശ്വാസികൾ എത്തുന്നതോ ജീവനുള്ള ഞണ്ടുകളുമായിട്ടാണ്. അന്നേ ദിവസം ഭഗവാന് ജീവനുള്ള ഞണ്ടുകളെ സമർപ്പിച്ചാല് ജീവിതത്തില് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നതിനാൽ തന്നെ കുടുംബമായിട്ടാണ് വിശ്വാസികൾ അന്നേ ദിവസം ഇവിടെ എത്തുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും വിശ്വാസികൾ ഞണ്ടിനെ സമർപ്പിക്കുന്നു. രാമായണവുമായി ബന്ധപ്പെടുത്തി ഇതിന് ചെറിയൊരു കഥയുണ്ട്. അതെന്താണെന്നറിയാം? ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് രാമായണ കാലത്തിലാണ്. സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്കുള്ള യാത്രക്കിടയില് രാമൻ ഇവിടെ എത്തിയിരുന്നു അത്രേ. കടൽ കടക്കുവാനുള്ള സമയത്ത് ഒരു ഞണ്ട് രാമന്റെ കാലിൽ കടിച്ചു അത്രേ. ഇതിൽ സന്തോഷവനായ രാമൻ ഞണ്ടിനെ അനുഗ്രഹിച്ചു. അന്ന് മുതൽ ഇവിടെ ആരാധനയുടെ പ്രധാന ഭാഗമായി ഞണ്ട് മാറിയെന്നാണ് പറയപ്പെടുന്നത്. അന്നു മുതൽ ഇവിടെ വിശ്വാസികൾ ജീവനുള്ള ഞണ്ടുകളെ ഭഗവാന് നേർച്ചയായി നൽകുന്നു. ഇനി നമുക്ക് ഈ ഞണ്ടുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടെ അറിയാം. വിശ്വാസികൾ ഭഗവാന് നേർച്ചയായി നൽകിയാൽ പിന്നീട് ആ ഞണ്ട് ക്ഷേത്രത്തിന് സ്വന്തമാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഞണ്ടുകളെ ക്ഷേത്ര ജീവനക്കാർ തിരികെ കടലിൽ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ ഞണ്ടുകളെ ഉപദ്രവിക്കാൻ അവർ തയ്യാറാകുകയില്ല. വിചിത്രമായ ആചാരങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് രാംനാഥ് ശിവഖേല ക്ഷേത്രം. വായിച്ചും കേട്ടും അറിഞ്ഞതായ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.